ഹലോ വെൽക്കം ടു ഈസി മാത്സ്. അപ്പം നമ്മൾ മാത്സിന്റെ ബേസ് കാര്യങ്ങളൊക്കെ പഠിച്ച് വരുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളെ പറ്റിയിട്ടാണ്. അപ്പോൾ PSC തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പോകുന്ന ബേസിക് ക്ലാസ് എടുത്തതിന് ശേഷം കൂടുതൽ ഭിന്നസംഖ്യകളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് PSC റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പഠിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഭിന്നസംഖ്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അതിൽ ഈ Q എന്ന് പറയുന്ന ആള് 0 ആകില്ലെന്ന് ഓർക്കാം. താഴെ കിടക്കുന്ന ഈ നമ്പർ ഒരിക്കലും എന്താവത്തില്ല, 0 ആകത്തില്ലെന്ന് ഓർക്കുക. ഇനി P-യും Q എന്താണെന്ന് ചോദിച്ചാൽ P-യും Q-വും പൂർണ്ണസംഖ്യകളാണ്. പൂർണ്ണസംഖ്യകൾ. എന്താണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്? 0, 1, 2, 3 ഇങ്ങോട്ട്, -1, -2, -3 ഇങ്ങോട്ട്, അങ്ങനെ വരുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് കേട്ടോ, അതിനെയാണ് ഭിന്നസംഖ്യ എന്ന് വിളിക്കുന്നത്. ഈ നമ്പേഴ്സിനെ നമ്മൾ പൂർണ്ണസംഖ്യകൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പൊ ഇനി ഈ P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിന് എക്സാമ്പിൾ പറഞ്ഞു നോക്കാം നമുക്ക്. ഏതൊക്കെയാണ്? 1/2, 2/3, 7/8, 11/3. അങ്ങനെ ഏത് നമ്പറും ആകാം. നെഗറ്റീവ് ആകാമോ? ആകാം. -1/2, -3/7 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ എന്താണ്? നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും അത് ഭിന്നസംഖ്യ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെയാ വായിക്കുന്നതെന്നൂടി മലയാളത്തിൽ നോക്കാം. അതായത് ഈ 2/3നെ 2 എന്നാണ് വിളിക്കുന്നത്. 2 മൂന്നായിട്ട് ഭാഗിച്ചതിൽ 2 എന്നാണ് അതിനർത്ഥം. മൂന്നായിട്ട് ഭാഗിച്ചതിൽ 2 എന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയാ വായിക്കുന്നത്? 2 എന്നാണ് വായിക്കുന്നത്. ഈ മുകളിൽ കിടക്കുന്ന ആളെ അംശം എന്നും താഴെ കിടക്കുന്ന ആളെ എന്തെന്നും വിളിക്കും? ഛേദം എന്നും വിളിക്കും. ഛേദം. മുകളിൽ കിടക്കുന്ന ആൾ അംശം, താഴെ കിടക്കുന്ന ആൾ എന്താണ്? ഛേദം. ഓക്കെ, ഈ ഫ്രാക്ഷൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം എന്നുള്ളത് നോക്കാം. ഭിന്നസംഖ്യകളെ എങ്ങനെയൊക്കെ തിരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് സാധാരണ ഭിന്നം. പിന്നെ ഒരെണ്ണം സാധാരണ ഭിന്നമാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. അടുത്തത് വിഷമഭിന്നം. അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് വേറെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അടുത്തത് മിശ്രഭിന്നം എന്ന് പറയുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ. ഇനി നമുക്ക് രണ്ട് ഫ്രാക്ഷൻ കുറിച്ച് വന്ന് കേട്ടിരിക്കാം. ലൈക്ക് ഫ്രാക്ഷനും ഉണ്ട്, അൺലൈക്ക് ഫ്രാക്ഷനും ഉണ്ട് കേട്ടോ. അത് രണ്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നോളാം. അപ്പോൾ ഓക്കെ, അപ്പം ഭിന്നസംഖ്യകളെ 3ആയിട്ട് തിരിക്കാം. ആദ്യം പ്രധാനമായിട്ടും സാധാരണ ഭിന്നം, വിഷമഭിന്നം, മിശ്രഭിന്നം. അത് കൂടാതെ നമുക്ക് ഇതിന്റെ ഒന്നും തിരിവല്ല കേട്ടോ, അല്ലാതെ നമുക്ക് വേറെ 2 പേരോട് നമുക്ക് ചുമ്മാ ഓർത്തിരിക്കാം. ലൈക്ക് ഫ്രാക്ഷനും ഉണ്ട്, അൺലൈക്ക് ഫ്രാക്ഷനും കൂടി ഉണ്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം കേട്ടോ. അത് മിശ്രഭിന്നത്തിന്റെ തിരിവൊന്നും അല്ല, നമുക്ക് വേറെ 2 കൂടി പഠിക്കാനുള്ളതാണ് ലൈക്ക് ഫ്രാക്ഷനും അൺലൈക്ക് ഫ്രാക്ഷനും കേട്ടോ. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത് സാധാരണ ഭിന്നമാണ്. സാധാരണ ഭിന്നം എന്ന് പറയുന്നത് ഇത്ര ഓർത്തിരുന്നാൽ മതി. സാധാരണ ഭിന്നം എന്ന് പറയുന്നത് അംശം ചെറുത്, ഛേദം വലുത് കേട്ടോ. അംശം ചെറുതും ഛേദം വലുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളെ വിളിക്കുന്ന പേരാണ് സാധാരണ ഭിന്നം. അപ്പൊ അംശം ചെറുതെന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ എഴുതാം. അംശം ചെറുത് 1/3, അംശം ചെറുതാണ്, ഛേദം വലുത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 2/5, അംശം ചെറുത്, ഛേദം വലുത്. 7/11, അംശം ചെറുത്, ഛേദം വലുത്. അപ്പൊ അതാണ് സാധാരണ ഭിന്നം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭിന്നം നോക്കാം. അടുത്ത ഭിന്നത്തിന്റെ പേരാണ് വിഷമഭിന്നം. വിഷമഭിന്നമാകണമെങ്കിൽ 2 കണ്ടീഷൻസ് സംഭവിക്കാം. അംശം വലുത്, ഛേദം ചെറുത്, അല്ലെങ്കിൽ അംശം ഈക്വൽ ടു ഛേദം കേട്ടോ. ഒന്നെങ്കിൽ അംശം വലുതും ഛേദം ചെറുതും ആയിരിക്കണം.
അംശം വലുത് ഛേദം ചെറുത്, അതിനെ വിഷമ ഭിന്നം എന്ന് വിളിക്കാം. അംശവും ഛേദവും ഈക്വൽ ആണെങ്കിലും അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വിഷമ ഭിന്നം എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് അംശം വലുത് 7/5, അംശം വലുത് ഛേദം ചെറുത് 11/3, അംശം വലുത് ഛേദം ചെറുത്. ഇനി അംശം ഈക്വൽ ആയിട്ട് വന്ന 5/5, ഇതും വിഷമ ഭിന്നമാ. 7/7, അംശവും ഛേദവും ഈക്വൽ ആയിട്ട് വന്നാലും അത് എന്ത് ഭിന്നമാണ്? വിഷമ ഭിന്നം. അംശം വലുതും ഛേദം ചെറുത് വന്നാലും വിഷമ ഭിന്നം, അംശവും ഛേദവും ഈക്വൽ വന്നാലും വിഷമ ഭിന്നമാണെന്ന് ഓർക്കുക കേട്ടോ. അടുത്ത ഭിന്നമാണ് മിശ്രഭിന്നം. മിശ്രഭിന്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് 3.5, 4.25, 5/2/3 ഈ രൂപത്തിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മിശ്രഭിന്നം. അപ്പം നമ്മള് ഈ അതായത് ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കേട്ടോ. സാധാരണ ഭിന്നം, ഈ കൂടെ കിടക്കുന്ന ഭിന്നം സാധാരണ ഭിന്നമായിരിക്കണം. ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടി ചേരുന്നതിന് വിളിക്കുന്ന പേരാണ് മിശ്രഭിന്നം കേട്ടോ. മിശ്രഭിന്നം. ഈ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ അഖണ്ഡ സംഖ്യ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നം, ഇങ്ങനെ ഒരു നമ്പറും ഇതുപോലത്തെ ഒരു സാധാരണ ഭിന്നം കൂടി ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് മിശ്രഭിന്നം എന്ന് പറയുന്നത് കേട്ടോ. വേറെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. 2.25, 2/2/7 ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്? മിശ്രഭിന്നമാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് 2 ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയുള്ളൂ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഛേദം തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം 1/7, 2/7, 5/7 ഇവരെല്ലാം ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഛേദം സെയിം ആണ്. ഛേദം സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. അപ്പൊ ഇവർ 3 പേരും ലൈക്ക് ഫ്രാക്ഷൻ ആണ്. വേറെ എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. 2/11, 4/11, 6/11 എല്ലാത്തിൻ്റെയും ഛേദം എന്താണ്? തുല്യമാണ്. അപ്പൊ ഛേദം തുല്യമായിട്ട് വരുന്ന ഫ്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈക്ക് ഫ്രാക്ഷൻ. അപ്പൊ എന്തായിരിക്കും അൺലൈക്ക് ഫ്രാക്ഷൻ? അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഛേദം ഡിഫറെന്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഛേദം വ്യത്യസ്തമായിരിക്കും. ഛേദം വ്യത്യസ്തം എന്ന് പറയുമ്പോൾ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ 1/7, 2/5, 3/11 ഇവരുടെ 3 പേരുടെ ഡിനോമിനേറ്റർ വേറെയല്ലേ. അപ്പൊ ഇവർ 3 പേരും എന്ത് ഫ്രാക്ഷൻ ആണ്? അൺലൈക്ക് ആണ്. അൺലൈക്ക്. വേറെ എക്സാമ്പിൾ നമുക്ക് ഇതുപോലെ ഏത് വേണം പറഞ്ഞു നോക്കാം. 1/4, 2/3, 3/7 നോക്കിക്കേ, 3 പേര് ഇത് ഡിഫറെന്റ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രാക്ഷനെ വിളിക്കുന്ന പേരാണ് അൺലൈക്ക് ഫ്രാക്ഷൻ. ഓക്കെ. അപ്പം ഇതാണ് നമുക്ക് ഭിന്നസംഖ്യകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? നമ്മൾ ഫ്രാക്ഷൻസിന്റെ പലതരം ഫ്രാക്ഷനുകളെ പറ്റിയിട്ടാണ്. അപ്പം ഇനി പോകുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാം പഠിക്കണം നമുക്ക്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് ഞാൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.